Good morning. Good morning, ma'am. Morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, ഇപ്പൊ നമ്മള് മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തേ. എവിടെ വരെയാണ് അടുത്ത് നിർത്തിയത്? സ്റ്റെപ്പ് വരെ. സ്റ്റെപ്സ് വരെ അല്ലെ? ഓക്കെ. ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സ്റ്റെപ്സ് വരെയാണ് എടുത്തു നിർത്തിയത് അല്ലെ? അത് കംപ്ലീറ്റ് അല്ലേ? 5 സ്റ്റെപ്സ് പറഞ്ഞില്ലേ? കംപ്ലീറ്റ്. ഓക്കെ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മാനേജ്മെന്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ആണ്. മാനേജ്മെന്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. പലതരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റുകൾ ഉണ്ട്. അപ്പൊ അതിനെ ഓരോന്നിനെയും നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാം, അത് എങ്ങനെയായിരിക്കണം, നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഉപകരണങ്ങൾ യൂസ് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി ഓരോന്നായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അതിൽ ഫസ്റ്റ് വണ്ണാണ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സ്പില്ലേജ്. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് മൂലം ഉണ്ടാകുന്ന സ്പില്ലേജ് വേസ്റ്റുകളെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, അതാണ് ആദ്യത്തെ വണ്ണിൽ പറയുന്നത്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാവുന്നതുള്ളൂ കേട്ടോ. നോക്കിയേ, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സ്പില്ലേജ്, ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം കേട്ടോ. Blood and body fluids leakage waste can cause infectious diseases and proper management is pivotal. എന്താ ഒരു ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് വഴി ഉണ്ടാവുന്ന ലീക്കേജ് വേസ്റ്റുകൾ എന്ന് പറയുന്നത് that waste can cause infectious diseases ഉണ്ടാവാൻ കാരണമാണ് അല്ലെ? പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് മൂലം ഡിസീസുകൾ, പല രോഗങ്ങൾ ഉണ്ടാവാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഈ പറയുന്ന ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സുമായി വരുന്നത് കൊണ്ടാവാം അല്ലെ? പ്രോപ്പർ മാനേജ്മെന്റ് ഇസ് പിവറ്റൽ. അതുകൊണ്ട് തന്നെ ഈ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിൽ നിന്നുണ്ടാവുന്ന ലീക്കേജ് വേസ്റ്റുകളെ വളരെ പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ ശരിയായ രീതിയിൽ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സുപ്രധാനമായ കാര്യമാണ്. Then a body fluid as any fluid found in produced by or excreted from the human body, which include blood, urine, feces, saliva, tears, beers, breast milk, cerebrospinal fluid, semen, vaginal fluid, amniotic fluid, pleural fluid, peritoneal fluid, bile, digestive juices, vomit and pus. ഇനി അടുത്തതായിട്ട് പറയുന്നത് എന്താണ് ഒരു ബോഡി ഫ്ലൂയിഡ് എന്നാണ്. നോക്കിയേ, ഒന്നണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. എന്താണ് ഒരു ബോഡി ഫ്ലൂയിഡ്? എന്താണ് ഒരു ബോഡി ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാല് ആസ് എനി ഫ്ലൂയിഡ് ഫൗണ്ട് ഇൻ, ബോഡിയുടെ ഉള്ളില് ഏതൊരു ഫ്ലൂയിഡ് ആയിക്കോട്ടെ, അത് ബോഡിയുടെ ഉള്ളിൽ കാണുന്നതാവാം, അല്ലെങ്കിൽ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്, ബോഡി വിസർജിക്കുന്നതോ ആയിട്ടുള്ള ഏത് ബോഡിയാണ്? ഹ്യൂമൻ ബോഡി അല്ലെ? ഹ്യൂമൻ ബോഡിയിൽ കാണപ്പെടുന്നതോ പ്രൊഡ്യൂസ് ചെയ്യുന്നതോ എക്സ്ക്രീറ്റ് ചെയ്യുന്നതോ വിസർജിക്കുന്നതോ ആയിട്ടുള്ള ഫ്ലൂയിഡുകളെയാണ്, ദ്രാവകങ്ങളെയാണ് നമ്മൾ ബോഡി ഫ്ലൂയിഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ എന്തൊക്കെ ഉൾപ്പെടാം? എന്തൊക്കെയാ ഉൾപ്പെടാവുന്നത്? ബ്ലഡ് വരാം അല്ലെ? ദെൻ യൂറിൻ, ഫീസസ്, സലൈവ, ടിയേഴ്സ്, ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ പറയണോ? ഓരോന്നും വേണ്ടല്ലോ, ജസ്റ്റ് നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ ആണ് അല്ലെ? ദെൻ ബിയേഴ്സ് എന്ന് പറഞ്ഞത് നമ്മുടെ ബൈലാണ് കേട്ടോ. ബൈല് നമ്മുടെ ഗോൾ ബ്ലാഡറിൽ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, സെക്രീറ്റ് ചെയ്യുന്നതാണ് ബൈല്. അപ്പൊ അത് ഗോൾ ബ്ലാഡറിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഏതൊക്കെ ഇൻക്ലൂഡഡ് ആയി എന്നുള്ളത് കേട്ടോ. ദെൻ ബ്രസ്റ്റ് മിൽക്ക് നമ്മുടെ ബോഡി സെക്രീറ്റ് ചെയ്യുന്നതാണ്, ഹ്യൂമൻ ബോഡി. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എവിടെ കാണുന്നതാണ്? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് CSF എവിടെയാണ്? അതെ, ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്ലൂയിഡ് ആണ് അല്ലെ? സെമൻ, വജൈനൽ ഫ്ലൂയിഡ്, അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, പ്ലൂറൽ ഫ്ലൂയിഡ്. കേട്ടിട്ടുണ്ടോ പ്ലൂറൽ ഫ്ലൂയിഡ്? ഏത് ഭാഗത്ത് കാണുന്നതാണ് പ്ലൂറൽ ഫ്ലൂയിഡ്? ഏത് ഭാഗത്ത് കാണുന്നതാവാം? പ്ലൂറ അല്ലെ? നമ്മുടെ ലങ്സ് ആൻഡ് ചെസ്റ്റുമായി ബന്ധപ്പെട്ട ലൈനിങ്ങിൽ കാണുന്നതാണ് അല്ലെ പ്ലൂറൽ ഫ്ലൂയിഡ്. പെരിറ്റോണിയൽ ഫ്ലൂയിഡോ? പെരിറ്റോണിയൽ ഫ്ലൂയിഡ് ഡയാലിസിസ് പഠിച്ചിരുന്നോ? ഡയാലിസിസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചോ?
അപ്പൊ അവിടെ ഏതെങ്കിലും ഈ ഒരു പേര് കേട്ടിട്ടുണ്ടോ? പെരിറ്റോണിയം എന്നൊക്കെ കേട്ടായിരുന്നോ? കേട്ടിരുന്നോ? നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ ഫ്ലൂയിഡ് ആണ് പെരിറ്റോണിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അല്ലെ. വയറ്, നമ്മുടെ ഡൈജസ്റ്റീവ് ജ്യൂസസ്, വൊമിറ്റ്, പസ് മുതലായിട്ടുള്ള എല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഫ്ലൂയിഡ്സിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ ഹ്യൂമൻ ബോഡിയിൽ ഉള്ളിൽ കാണപ്പെടുന്നതോ അവിടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നതോ എക്സ്ക്രീറ്റ് ചെയ്യുന്നതോ ആയിട്ടുള്ള എല്ലാ ഫ്ലൂയിഡ്സിനെയും അല്ലെങ്കിൽ എല്ലാ ദ്രാവകങ്ങളെയും നമുക്ക് ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറയാം. ഈ പറയുന്ന ഇങ്ങനെയുള്ള ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ് മൂലമുണ്ടാവുന്ന ലീക്കേജ് വേസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുവഴി പലതരത്തിലുള്ള ഇൻഫെക്ഷസ് ഡിസീസസ് ഉണ്ടാവാനായിട്ട് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ശരിയായ രീതിയിലാവണം എന്നുള്ളത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയാൽ ഒരു പോയിന്റ്സ് ക്ലിയർ ആണോ എന്ന്. ഓക്കെ ആണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എന്താണ് റിപ്ലൈ ചെയ്യാത്തത്? ഓക്കെ നെക്സ്റ്റ്, ഇനി എങ്ങനെയാണ് ഈ ഒരു ബോഡി ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ വേസ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ അതാണ് ഇനി നെക്സ്റ്റ് പറയുന്നത്. പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് നോക്കിയേ, എന്താണ് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള നമ്മൾ ആരാണോ ആ ഒരു വേസ്റ്റ് മാനേജ് ചെയ്യുന്നത് അവരെ സംരക്ഷിക്കാൻ ആവശ്യമായ എക്യുപ്മെന്റ്സ് ധരിക്കുക. Personnel should put on the proper personal protective equipment, PPE. കേട്ടിട്ടുണ്ടോ? Personal protective equipment അല്ലെങ്കിൽ PPE പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, മിക്ക ചാപ്റ്ററിലും വരുന്ന ഒരു ടേം ആണ് അല്ലെ PPE. അപ്പൊ അതിന്റെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാട്ടാ. PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, എപ്പോഴും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതിലേതൊക്കെ വരാം? അങ്ങനെയുള്ള അവിടുത്തെ ജീവനക്കാരാണ് ഈ പറയുന്ന വേസ്റ്റ് ഒക്കെ മാനേജ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവരെപ്പോഴും അവരുടെ സംരക്ഷണത്തിനായിട്ട് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിക്കുക. അതിലേതൊക്കെ വരാം? സച്ച് ആസ് ഗ്ലൗസ് വരാം അല്ലെ, ഗൗൺസ് വരാം, ഫേസ് ഷീൽഡുകൾ വരാം. ബിഫോർ അപ്രോച്ചിങ് ദ സ്പില്ലേജ് ടു പ്രിവെന്റ് കോണ്ടാക്ട് വിത്ത് ദ ലിക്വിഡ്. ഈ പറയുന്ന ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് പോലെയുള്ള ലിക്വിഡ്സ് അല്ലെങ്കിൽ ദ്രാവകങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നത് തടയുന്നതിന് വേണ്ടിയാണ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള നേരിട്ട് കയ്യിലൊക്കെ ഒരു കോണ്ടാക്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൗസ് ധരിക്കുന്നത് അല്ലെ. ബോഡിയിൽ കോണ്ടാക്ട് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഗൗൺസ് ധരിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ ഈ പറയുന്ന ലിക്വിഡ്സുമായിട്ട് ഒരു നേരിട്ടൊരു കോണ്ടാക്ട് തടയുന്നതിന് വേണ്ടി എപ്പോഴും ഈ വേസ്റ്റ് മാനേജ് ചെയ്യാൻ പോകുന്നതിന് മുൻപായിട്ട് അവർ ഈ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിച്ചിരിക്കണം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് പറയട്ടെ. നെക്സ്റ്റ് നോക്കിയേ, കണ്ടെയ്ൻ ദ സ്പില്ല്. നോക്കിയേ, യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽ. ഈ ലിക്വിഡ് ആയിട്ടുള്ളതാണ്. ഇപ്പൊ ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ ഒക്കെ അവിടെ വീണ് കിടക്കുകയാണെന്നെങ്കിൽ ചിലപ്പോ ഒരു ടെസ്റ്റ് ട്യൂബ് പൊട്ടി താഴെ പോയതാവാം. എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോ അതിലൂടെ അങ്ങനെയാവാം. എങ്ങനെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ലിക്വിഡ് ആയിട്ടുള്ള സ്പില്ലേജ് അല്ലെങ്കിൽ വേസ്റ്റുകൾ കാണുമ്പോ അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടില് ഒരു ഓയിലോ അല്ലെങ്കിൽ വെള്ളമോ ഒക്കെ താഴെ വീണാല് നമ്മൾ എന്താ ചെയ്യാ? തുണി എടുത്ത് തുടച്ചെടുക്കുകയാണ് ചെയ്യാറ് അല്ലെ. അത് അബ്സോർബ് ചെയ്തെടുക്കാല്ലേ. ഒരു തുണി ഇട്ടത് ആദ്യം അബ്സോർബ് എടുക്കാല്ലേ ചെയ്യുന്നത്. അങ്ങനെയല്ലേ നമ്മൾ ക്ലീൻ ചെയ്യുന്നേ. അതുപോലെ ഇവിടെയും എന്താണ്? യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽസ്. ആ വെള്ളം അല്ലെങ്കിൽ ആ ഒരു ലിക്വിഡിനെ ആഗീകരിക്കുന്ന രീതിയിൽ, ആഗീകരണം ചെയ്യുന്ന രീതിയിൽ ഉള്ള അബ്സോർബന്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട്, സച്ച് ആസ് പേപ്പർ ടവൽസ് ആവാം അല്ലെ. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നത് പോലെ തന്നെ പേപ്പർ ടവലുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ അബ്സോർബന്റ് പാഡുകൾ യൂസ് ചെയ്തുകൊണ്ട്
എന്ത് ചെയ്യാം, കണ്ടെയ്നർ സ്പിൽ ആൻഡ് സ്റ്റോപ്പ് ഇറ്റ് ഫ്രം സ്പ്രെഡിങ്. ആ ഒരു ലിക്വിഡ് ആയിട്ടുള്ള സ്പില്ലേജ് വേസ്റ്റിനെ അബ്സോർബ് ചെയ്തെടുക്കുക, ആഗീകരിച്ചെടുക്കുകയും അതിലൂടെ ആ ലീക്കേജ് സ്പ്രെഡ് ആവുന്നതിനെ, ഈ പകരുന്നതിനെ തടയുകയും ചെയ്യാനായിട്ട് സാധിക്കും. Then to dispose of the material, put them in a bag or container marked biohazard. ഇനി ഈ പറയുന്ന അബ്സോർബ്ഡ് പാഡ്സ് ആവാം, അല്ലെങ്കിൽ നമ്മളൊരു പേപ്പർ ടവൽ ആയിരിക്കാം ഇത് എന്ത് ചെയ്യാനായിട്ട്, ഇത് ക്ലീൻ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ ഇത് ശരിക്കും അത് വേസ്റ്റ് ആയില്ലേ? അപ്പൊ ആ വേസ്റ്റിനെ നമ്മൾ എന്തിലേക്കാണ് ഇടേണ്ടത്? ബാഗ്, അതായത് ഒന്നില്ലെങ്കിൽ ഒരു ബാഗ് അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ. എന്ത് മാർക്ക് ചെയ്തിട്ടുള്ള ബാഗ് അല്ലെങ്കിൽ കണ്ടെയ്നർ ആണ്? ബയോഹസാർഡ് എന്ന് എഴുതി മാർക്ക് ചെയ്തിട്ടുള്ള ബാഗിലോ കണ്ടെയ്നറിലോ ഇത് എന്ത് ചെയ്യണം? പുട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇട്ട് വേണം നമ്മൾ ഡിസ്കാർഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യാനായിട്ട് കൊണ്ടുപോകേണ്ടത്. Then if there any glass pieces present, ഇനിയിപ്പോ ചിലപ്പോ ഒരു ടെസ്റ്റ് ട്യൂബ് താഴെ വീണ് പൊട്ടിയിട്ടാണ് ആ ഒരു സ്പില്ലേജ് വേസ്റ്റ് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും ആ വേസ്റ്റിന്റെ കൂടെ എന്തുണ്ടാവും? ആ ടെസ്റ്റ് ട്യൂബ് പൊട്ടിയതിൻ്റെതായിട്ടുള്ള ഗ്ലാസ് പീസസ് ഒക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെ ഗ്ലാസ് പീസസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് മോർ പ്രിക്കോഷൻ ഷുഡ് ബി ടേക്കൺ. കൂടുതൽ മുൻകരുതൽ ആ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ ജീവനക്കാര് എടുക്കേണ്ടതാണ്. അപ്പൊ 2 പോയിന്റ്സ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഒന്നാമത്തത് പറഞ്ഞത് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് അല്ലെ? ഇവിടുത്തെ ജീവനക്കാര് എപ്പോഴും ഈ സ്പില്ലേജ് വേസ്റ്റുകള് വൃത്തിയാക്കുമ്പോൾ അല്ലെങ്കിൽ മാനേജ് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ധരിച്ചിരിക്കണം? PPE ധരിച്ചിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? നേരിട്ടൊരു കോണ്ടാക്ട് അവർക്ക് ആ ഒരു വേസ്റ്റുമായിട്ട് വരുന്നത് തടയുന്നതിന് വേണ്ടിയാണ്. രണ്ടാമത്തത് ഈ പറയുന്ന ലിക്വിഡ് വേസ്റ്റുകൾ ആയതുകൊണ്ട് തന്നെ അത് അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടി ആവശ്യമായ പേപ്പർ ടവലുകളോ അല്ലെങ്കിൽ അബ്സോർബൻ പാഡുകളോ ഉപയോഗിച്ചുകൊണ്ട് ആ സ്പില്ലേജിനെ നമുക്ക് പൂർണ്ണമായിട്ടും അവിടെ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ പറയുന്ന വേസ്റ്റുകൾ നമ്മൾ എന്തിലാണ് ഡിസ്പോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി ഇടേണ്ടത്? ബയോഹസാർഡ് എന്ന് എഴുതിയിരിക്കുന്ന ബാഗ് അല്ലെങ്കിൽ കണ്ടെയ്നറിലാക്കിയാണ് അത് നിർമ്മാർജ്ജനം ചെയ്യാൻ കൊണ്ടുപോകേണ്ടത്. ഇനി പൊട്ടിയ സമയത്ത് ഇപ്പൊ ചിലപ്പോ ടെസ്റ്റ് ട്യൂബുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗ്ലാസ്സിലിരുന്ന സാധനങ്ങളൊക്കെ വീണാണ് നമുക്ക് ആ പറയുന്ന സ്പില്ലേജ് ലീക്കേജ് അല്ലെങ്കിൽ വേസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നതെങ്കിൽ അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഗ്ലാസ് പീസോ കാര്യങ്ങളോ ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി മുൻകരുതൽ കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രിക്കോഷൻസ് എടുത്തുകൊണ്ടായിരിക്കണം അവിടെ ക്ലീൻ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? 2 പോയിന്റ്സ് ഓക്കെ ആണോ? ഓക്കെ. Next പറയുന്നത് disinfect the area. An adequate elimination of both gram-positive and gram-negative bacteria using 1% hypochlorite solution in case of blood and body fluid samples. അതായത് ഇവിടെ blood and body fluids ആണ് അല്ലെ? Adequate elimination എന്ന് വെച്ചാൽ മതിയായ ഒരു ലഘൂകരണം. ഈ gram-positive and gram-negative bacteria കേട്ടിട്ടുണ്ടോ? gram positive and gram negative bacteria എന്ന് കേട്ടിട്ടുണ്ടോ? 2 ടൈപ്പ് ബാക്ടീരിയാസ് ആണ്. അതിന്റെ വ്യത്യാസം എന്താണെന്നറിയോ? ആരും കേട്ടിട്ടില്ല? gram positive and negative bacteria എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്താണ് അതിന്റെ പ്രത്യേകത? കേട്ടിട്ടില്ല. ഓക്കെ, ചിലര് കേട്ടിട്ടില്ല. ആരും കേട്ടിട്ടില്ല? ഒരാളും പോലും കേട്ടിട്ടില്ല? പേരെങ്കിലും കേട്ടതാണില്ലേ? അല്ലേ? ഓക്കെ, ഇതിന്റെ വ്യത്യാസം എന്തായില്ല? ഓക്കെ, 2 gram positive and gram negative bacteria എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ബാക്ടീരിയാസ് ആണ്. gram positive ആകുമ്പോ അതിന്റെ സെൽ വാൾ എന്ന് പറയുന്നത് തിക്കായിരിക്കും. പെപ്റ്റിഡോഗ്ലൈക്കൻ സെൽ വാൾ ആയിരിക്കും, അത് ഇത്തിരി തിക്കായിട്ടുള്ള സെൽ വാൾ ആയിരിക്കും. അതേസമയം നേരെ ഓപ്പോസിറ്റ് ആണ്. gram നെഗറ്റീവ് ആകുമ്പോ അതിന്റെ സെൽ വാൾ എങ്ങനെയായിരിക്കും? അവിടെ തിക്കാണെങ്കിൽ ഇവിടെ എങ്ങനെയായിരിക്കും? തിന്നായിരിക്കും അല്ല? അപ്പൊ അതിൽ ആ ഒരു സെൽ വാളിനനുസരിച്ചാണ് അവിടെ പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളൊരു പേര് വന്നിരിക്കുന്നത് കേട്ടോ. പ്രധാനമായിട്ടും ആ സെൽ വാളിനെ ഫോക്കസ് ചെയ്താണ് അവിടെ നമ്മൾ 2 ടൈപ്പായിട്ട് തിരിച്ചിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ, എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ അങ്ങനെയുള്ള 2 ടൈപ്പ്, ഒരു ടൈപ്പിന് മാത്രമല്ല, ആ ബാക്ടീരിയാസിന്റെ ഏതൊരു ടൈപ്പ് ആണെങ്കിലും ഗ്രാം പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയിട്ടുള്ളതാണെങ്കിലും അങ്ങനെയുള്ള ആ ഒരു ബാക്ടീരിയാസിനെ ലഘൂകരിക്കുന്നതിന് വേണ്ടി
വേണ്ടി, മതിയായ രീതിയിൽ അതിന്റെ എണ്ണത്തെ നമുക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി അവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്? 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഇൻ കേസ് ഓഫ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സാമ്പിളുകളാണ് അവിടെ സ്പില്ലേജ് വേസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാ? അതെ, ഈക്കോളെ പോലെയുള്ളതൊക്കെ നമ്മുടെ ബാക്ടീരിയാസിന് എക്സാമ്പിളുകളാണ് കേട്ടോ, അതിനുള്ളിൽ എക്സാമ്പിൾ ആണ്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും 2 ടൈപ്പായിട്ട് തിരിച്ചിരിക്കുന്നതാണ് ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും. അതിന് ഒത്തിരി എക്സാമ്പിളുകൾ വരുന്നുണ്ട്. അതൊന്നും നമ്മൾ ജസ്റ്റ് വെറുതെ ഇലാബറേറ്റ് ചെയ്ത് പോകേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒരു പോയിന്റിലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതൊക്കെ ജസ്റ്റ് അതിന്റെ സെൽ വാൾ അനുസരിച്ചാണ് പോസിറ്റീവും നെഗറ്റീവും വന്നിരിക്കുന്നത്. ഒന്നിന്റെ പോസിറ്റീവ് ആണെങ്കിൽ തിക് സെൽ വാൾ ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ തിൻ സെൽ വാൾ ആയിരിക്കും. അത്രയും മാത്രം നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഈ 2 ടൈപ്പുള്ള ഏത് ബാക്ടീരിയ കൂടുതലും നമ്മുടെ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിൽ നിന്നും എന്താണ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സാമ്പിളുകളിൽ നിന്നും അപ്പൊ അങ്ങനെയുള്ള ഒരു സ്പില്ലേജ് വേസ്റ്റ് ആണ് അവിടെ വന്നിരിക്കുന്നതെങ്കിൽ ആ ഏരിയ ഡിസിൻഫെക്റ്റൻ ചെയ്യാൻ അല്ലെങ്കിൽ അണുവിമുക്തമാക്കുന്നതിന് വേണ്ടി നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് ഏതാണ്? 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ. അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഗ്രാം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ബാക്ടീരിയാസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? അതിന്റെ ആ ഒരു എണ്ണത്തെ അല്ലെങ്കിൽ അത് പെരുകുന്നതിനെ ലഘൂകരിക്കാൻ സാധിക്കുന്നത്. Then use a disinfectant solution to cleanse the affected area completely. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്തത്? PP ഇട്ടു അല്ലെ, നമ്മളൊന്നും കണക്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ നമ്മളാണ് ഒരു ക്ലീൻ ചെയ്യാൻ പോകുന്ന ആളെന്ന് വിചാരിക്കാം. നമ്മളൊരു സ്റ്റാഫായിട്ടൊന്ന് കൺസിഡർ ചെയ്യാം. ബ്ലീച്ച് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യാം വേണ്ട. നോക്കി, അപ്പൊ നമ്മളൊരു ഒന്ന് ഇമാജിൻ ചെയ്യുക, നമ്മളാണ് അവിടെ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒരു സ്പില്ലേജ് വേസ്റ്റ് വന്നു, ഒരു ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ അവിടെ കിടക്കുന്നത് കണ്ടു. അപ്പൊ നമ്മൾ അവിടെ ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? PP ധരിക്കണം അല്ലെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു ലിക്വിഡ് ആയിട്ടുള്ള വേസ്റ്റിനെ നമ്മൾ അബ്സോർബൻ പാഡോ അല്ലെങ്കിൽ പേപ്പർ ടവലോ ഉപയോഗിച്ച് എന്ത് ചെയ്തു? അവിടെ നിന്ന് തുടച്ചു നീക്കി അല്ലെ. അപ്പൊ തുടച്ചു നീക്കിയാൽ മാത്രം മതിയോ? ആ ഒരു ഏരിയ വൃത്തിയാക്കണം, അണുവിമുക്തമാക്കണം അല്ലെ. അടുത്ത സ്റ്റെപ്പ് നമ്മൾ അതല്ലേ ചെയ്യുന്നത്. അപ്പൊ സ്റ്റെപ്പ് നിങ്ങൾ ഓർത്തോർത്ത് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് മറന്നുപോകില്ല കേട്ടോ. ഇനി അപ്പൊ നമ്മൾ അവിടെ ഡിസിൻഫെക്റ്റൻ ചെയ്യാണ്. ഡിസിൻഫെക്റ്റൻ ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഇപ്പൊ ഒരു ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ കാര്യങ്ങളോ ആയിട്ടാണ് അവിടെ സ്പില്ലേജ് വേസ്റ്റ് വന്നിരിക്കുന്നതെങ്കിൽ 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഡിസിൻഫെക്റ്റൻ ചെയ്യുന്നത്. അത് ഗ്രാം പോസിറ്റീവ് ആണ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ ഒക്കെ എണ്ണത്തെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡിസിൻഫെക്റ്റൻ സൊല്യൂഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ വൃത്തിയാക്കാനായിട്ട് ആ ഒരു വേസ്റ്റ് അഫക്ട് ചെയ്തിട്ടുള്ള ഏരിയ വൃത്തിയാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. യൂസിങ് ആപ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ക്ലോറിൻ റിലീസിങ് ഏജൻസ് ആണ്. അതാണ് ഇപ്പൊ ഇവിടെ ഒരാൾ പറഞ്ഞിരുന്നു ബ്ലീച്ചിങ് അല്ലെ, സഫീറയാണ് തോന്നുന്നു ബ്ലീച്ചിനെ പറ്റി പറഞ്ഞു അല്ലെ. അപ്പൊ ക്ലോറിൻ റിലീസിങ് ഏജൻസ് എന്ന് പറഞ്ഞാൽ ക്ലോറിൻ അടങ്ങിയിട്ടുള്ള സബ്സ്റ്റൻസുകളുള്ള ക്ലോറിൻ സബ്സ്റ്റൻസുകൾ അടങ്ങിയിട്ടുള്ള സബ്സ്റ്റൻസുകൾ, ഡിറ്റർജന്റുകളാവാം അല്ലെങ്കിൽ മറ്റ് ബ്ലീച്ച് മുതലായിട്ടുള്ളവയൊക്കെ എന്താണ് ഡിസിൻഫെക്റ്റൻസ് ബ്ലീച്ച് മുതലായവയൊക്കെ ക്ലോറിൻ അടങ്ങിയിട്ടുള്ളതാണ് അല്ലെ. അതെ, അപ്പൊ ക്ലോറിൻ അടങ്ങിയിട്ടുള്ള സാധനങ്ങളാണ് അല്ലെ. അങ്ങനെയുള്ള ക്ലോറിൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളാണ് ഏറ്റവും ഉചിതമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? Then availed by the manufacturers directives for the proper concentration and contact time for the disinfectant. ഇനി നമ്മൾ ഇങ്ങനെയുള്ള ഡിസിൻഫെക്റ്റൻസ് അല്ലെങ്കിൽ അണുനാശിനികൾ വാങ്ങുമ്പോൾ അതിന്റെ ബോട്ടിലിന് പുറത്ത് അതിന് കുറച്ച് നിർദ്ദേശങ്ങൾ എഴുതിയിട്ടുണ്ടാവില്ലേ? എഴുതാറില്ലേ കുറച്ച് നിർദ്ദേശങ്ങള്? ഇത്ര ml വെള്ളത്തില് ഇത്ര ഇത് കലക്കിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, കോൺസെൻട്രേഷൻ ഇങ്ങനെയാണ് ഡൈല്യൂട്ട് ചെയ്യേണ്ടത്, ഇത്ര സമയം മാത്രമേ നമുക്ക് കോണ്ടാക്ട് വരാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ മിക്ക പ്രൊഡക്റ്റുകളുടെയും മുകളില് ആ ഒരു മാനുഫാക്ചർ അല്ലെങ്കിൽ അത് നിർമ്മിക്കുന്ന വ്യക്തികള് അതിന്റെ നിർമ്മാതാക്കൾ എന്ത് ചെയ്യും? പല നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് എത്ര പ്രോപ്പർ കോൺസെൻട്രേഷൻ ഇവിടെ ഡിസിൻഫെക്ഷന് വേണ്ടിയിട്ട് എടുക്കണം, എത്ര സമയം ഈ ഒരു ഡിസിൻഫെക്റ്റന്റുമായിട്ട് നമുക്ക് കോണ്ടാക്റ്റിൽ വരാൻ പറ്റും എന്ന രീതിയിലുള്ള എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി
അബൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പാലിക്കുക എന്നാണ് കേട്ടോ. പാലിച്ചുകൊണ്ടായിരിക്കണം അവിടെ ഒരു അണുവിമുക്തമാക്കൽ പ്രക്രിയ നടത്തേണ്ടത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഡിസിൻഫെക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? അണുവിമുക്തമാക്കുക എന്ന് പറഞ്ഞാല് അവിടെ നമ്മൾ 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിക്കുന്നുണ്ട്. അത് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സാമ്പിളുകളാണ് അവിടെ സ്പില്ലേജ് ആയിട്ട് വന്നിരിക്കുന്നതെങ്കിൽ അവിടുത്തെ ഗ്രാം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ബാക്ടീരിയാസിനെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1% ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ആണ് എടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മറ്റ് പലതരത്തിലുള്ള ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻസും നമുക്ക് ആ ഒരു ഏരിയ വൃത്തിയാക്കാനായിട്ട് എടുക്കാവുന്നതാണ്. ഇതിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ക്ലോറിൻ റിലീസിങ് ഏജൻസ് ആണ്. ക്ലോറിൻ കണ്ടെയ്നിങ് സബ്സ്റ്റൻസുകളാണ്. ഡിസിൻഫെക്റ്റന്റ് ആവാം, ബ്ലീച്ച് ആവാം, അല്ലെ, അതുപോലെയുള്ള ക്ലോറിൻ കണ്ടെയ്നിങ് സബ്സ്റ്റൻസുകളാണ്. ഇനി എന്താണ് ഈ പറയുന്ന ഏതൊരു ഡിസിൻഫെക്റ്റന്റ് ഉപയോഗിച്ചാലും അതെങ്ങനെയായിരിക്കണം ഉപയോഗിക്കേണ്ടത്? ആ ഒരു ബോട്ടിലില് അല്ലെങ്കിൽ ആ ഒരു ഡിസിൻഫെക്റ്റന്റ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ആ ഒരു നിർമ്മാതാവ്, നിർമ്മിച്ച നിർമ്മാതാക്കളുടെ നിർദ്ദേശപ്രകാരം കൃത്യമായി ഈ പറയുന്ന നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് എത്ര കോൺസെൻട്രേഷനിൽ എടുത്താലാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, എത്ര സമയം ഈ പറയുന്ന ഡിസിൻഫെക്റ്റന്റുമായിട്ട് നമുക്ക് കോണ്ടാക്റ്റിൽ വരാൻ സാധിക്കും എന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ടായിരിക്കണം ആ ഒരു അണുവിമുക്തമാക്കൽ നടത്തേണ്ടത്. ക്ലിയർ ആണോ ആ ഒരു പോയിന്റ്സ്? ഈ ഒരു ഭാഗം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യാം, പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന സ്റ്റെപ്പുകൾ തന്നെയാണ് നമ്മൾ നെക്സ്റ്റ് ഇനി അങ്ങോട്ട് പറയുന്നത്. ഓരോ വിഭാഗത്തിൽ വരുമ്പോഴും ഇതേ സ്റ്റെപ്പുകളൊക്കെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗം മനസ്സിലായാൽ അടുത്ത് വരുന്ന എല്ലാം ക്ലിയർ ആവും കേട്ടോ. നെക്സ്റ്റ് നോക്കി കുറെ പോയിന്റ്സ് ആയിട്ട് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ വലിയ കുറെ പോയിന്റ്സ് ആയിട്ട് കൊടുക്കുന്നു, ഒരുപാട് ബുദ്ധിമുട്ടൊന്നും തോന്നുന്നു. പോസിറ്റീവ് ബാക്ടീരിയ ആണെങ്കിൽ തിക്കായിരിക്കും കേട്ടോ, തിക്കായിരിക്കും. പോസിറ്റീവ് ആവുമ്പോൾ തിക്കായിരിക്കും, നെഗറ്റീവ് ആവുമ്പോൾ തിന്നായിരിക്കും. ഓക്കെ. Then next okay, then the area should be made clean using water and general purpose detergent allowed to air dry. ഇനി ഒരു ഡിസിൻഫെക്റ്റന്റ് ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. എന്ത് കഴിഞ്ഞാലും തീർന്നില്ല. ഇനി എന്താ ചെയ്യേണ്ടത്? ക്ലീൻ യൂസിങ് വാട്ടർ, നല്ല വെള്ളവും അതുപോലെ നമ്മൾ പൊതുവായി ഉപയോഗിക്കുന്ന ഡിറ്റർജന്റുകളോ കാര്യങ്ങളോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വെള്ളമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒന്നുകൂടി ആ ഏരിയ നന്നായിട്ട് വൃത്തിയാക്കി എന്ത് ചെയ്യണം? എയർ ഡ്രൈ ചെയ്യാനായിട്ട്, ഉണങ്ങാനായിട്ട് അനുവദിക്കുക. Then get rid of waste. ഇനി ഈ വേസ്റ്റുകൾ എന്ത് ചെയ്യും? നമ്മൾ ഈ പറയുന്ന പാഡ് കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ all materials that come in touch with blood and body fluid spills should be discarded as dangerous waste in labeled biohazard bags or containers. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ അല്ലെ, ബയോഹസാർഡ് എന്ന് എഴുതിയിരിക്കുന്ന ബാഗുകളിലോ കണ്ടെയ്നറിലോ ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന എല്ലാ മെറ്റീരിയൽസും അല്ലെ, നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പേപ്പർ ടവലുകൾ ഉണ്ടാവാം, നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും. അപ്പൊ ഇത് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞ് നമ്മളുടെ ആ ഒരു ഗൗണ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, PPE-യുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ച എല്ലാ സാധനവും, അങ്ങനെയുള്ള എല്ലാ മെറ്റീരിയൽസും ഈ ഒരു ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സ്പില്ലേജുമായിട്ട് ബന്ധപ്പെട്ട് കോണ്ടാക്റ്റിൽ വന്നിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസും എങ്ങനെയാണ് ഡേഞ്ചറസ് വേസ്റ്റ് ആയിട്ട് നമ്മുടെ ബയോഹസാർഡ് ബാഗുകളിലോ അല്ലെങ്കിൽ കണ്ടെയ്നറുകളിലോ എന്ത് ചെയ്യണം? ഡിസ്കാർഡ് ചെയ്യാനായിട്ട് കൊണ്ടുപോകണം. ആൻഡ് ഹാൻഡ് ഹൈജീൻ ഷുഡ് ബി ഡൺ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പേഴ്സണൽസ് അല്ലെങ്കിൽ അത് വൃത്തിയാക്കിയ ജീവനക്കാര് എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേ? കാര്യം അവർ ഗ്ലൗസ് ധരിച്ചിട്ടുണ്ടാവാം, എന്നാൽ കൂടി ഹാൻഡ് ഹൈജീൻ അല്ലെ, എന്താണ്? കൈ ശുചിത്വം പാലിക്കുക അല്ലെ, കൈയുമായി ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായ സാനിറ്റൈസേഴ്സ് കാര്യങ്ങളൊക്കെ ഇട്ട് ഹാൻഡ് ഹൈജീൻ എന്ത് ചെയ്യണം? ചെയ്തിരിക്കണം. Then soft furnishing may be damaged by disinfectant products such as sodium hypochlorite. അതായത് ഇപ്പൊ ചില സാധനങ്ങൾ, ഇപ്പൊ വല്ല ടേബിളുകൾ, ഇപ്പൊ ആ ഹോസ്പിറ്റലൊക്കെ കണ്ടു കാണും നിങ്ങള്, ഇപ്പൊ ടേബിളുകളുടെയോ അല്ലെങ്കിൽ അവരുടെ കബോർഡിന്റെ ഒക്കെ മുകളിലായിട്ടൊക്കെ ആയിരിക്കും ഓരോ ഏരിയാസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ അവിടെ ചിലപ്പോ സോഫ്റ്റ് ആയിട്ടുള്ള ഫർണിച്ചറുകൾ അല്ലെങ്കിൽ ഫർണിഷിംഗ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ഭാഗത്താണ് ഈ പറയുന്ന ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് വീഴുന്നതെങ്കിൽ ആ ഭാഗവും നമ്മൾ ക്ലീൻ ചെയ്യണം അല്ലെ, വൃത്തിയാക്കണം, ഡിസിൻഫെക്റ്റന്റ് ചെയ്യണം. എന്നാൽ that may be damaged by disinfectant products such as sodium hypochlorite. ഇങ്ങനെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഫർണിഷിംഗ് ചെയ്തിട്ടുള്ള ഇടങ്ങളില് നമ്മൾ ഇങ്ങനെയുള്ള ചില ഡിസിൻഫെക്റ്റന്റുകൾ ഉപയോഗിക്കും.
ഉപയോഗിക്കുമ്പോൾ എസ്പെഷ്യലി ഇതാണ് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് മുതലായിട്ടുള്ള ഡിസിൻഫെക്റ്റന്റ് പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുമ്പോൾ ആ ഫർണിഷിങ്ങിനെ ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. അത് എന്തുകൊണ്ടാണ് അവിടെ ഡാമേജ് വരുന്നത്? ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ വീണത് കൊണ്ടല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഡിസിൻഫെക്റ്റന്റ് കൊണ്ടാണ്. മനസ്സിലായോ അതിന്റെ വ്യത്യാസം? ഇങ്ങനെയുള്ള സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് പോലെയുള്ള ഡിസിൻഫെക്റ്റന്റുകൾ ഉപയോഗിച്ച് അങ്ങനെയുള്ള സോഫ്റ്റ് ഫർണിഷിംഗ് ചെയ്തിട്ടുള്ള ഇടങ്ങള് ക്ലീൻ ചെയ്യുമ്പോൾ അത് ഇവിടെ ഡാമേജ് സംഭവിക്കാൻ, ചില സമയങ്ങളിൽ ഡാമേജ് സംഭവിക്കാൻ കാരണമാകുന്നുണ്ട്. And it is suggested that polluted soft furnishing and carpet unable to endure chemical disinfection should be made clean using hot water and a detergent or steam cleaner. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഇതിനെതിരായിട്ട് ഒരു സജഷൻ അല്ലെങ്കിൽ ഒരു നിർദ്ദേശമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഡാമേജ്ഡ് ആയി പോവുകയാണെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള എന്താണ്, ഇപ്പൊ അങ്ങനെയുള്ള സോഫ്റ്റ് ഫർണിഷിംഗ് ആയിട്ടുള്ള സാധനങ്ങളാവാം, കാർപ്പറ്റുകളാവാം മുതലായിട്ടുള്ളവയൊക്കെ എന്താണ് കെമിക്കൽ ഡിസിൻഫെക്ഷൻ നടത്താതെ മറിച്ച് എങ്ങനെയായിരിക്കണം അത് ക്ലീൻ ചെയ്യേണ്ടത് എന്നാ പറയുന്നത്? എങ്ങനെ ക്ലീൻ ചെയ്യണം എന്നാ പറയുന്നത്? യൂസിങ് ഹോട്ട് വാട്ടർ അല്ലെ, ഒന്നില്ലെങ്കിൽ ചൂടുവെള്ളവും ഡിറ്റർജന്റുകളും ഉപയോഗിച്ച്, ഹോട്ട് വാട്ടറും ഡിറ്റർജന്റും ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റീം കൊടുത്തുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ കെമിക്കൽ ഡിസിൻഫെക്ഷൻ ഉപയോഗിക്കാതെ നമ്മൾ മറ്റൊരു മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. ഒന്നില്ലെങ്കിൽ ഹോട്ട് വാട്ടർ ആൻഡ് ഡിറ്റർജന്റ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം, അല്ലെങ്കിലോ സ്റ്റീം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും ഭാഗം വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സുമായി ബന്ധപ്പെട്ട സ്പില്ലേജുകളെ എന്ത് ചെയ്യുന്നത്? മാനേജ് ചെയ്യുന്നത് കേട്ടോ. ഏതാണ് സെക്കൻഡ് പോയിന്റ്? പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിന്റെ ആണോ പറഞ്ഞത്? ഷാൻജോ ഏത് പോയിന്റ് ആണ്? പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്നുള്ള പോയിന്റ് ആണോ? Second point, contain the spill. Third point, okay. Contain the spill എന്ന് പറഞ്ഞാല് അബ്സോർബന്റുമായി ബന്ധപ്പെട്ടോ. കണ്ടെയ്ൻ ദ സ്പിൽ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ആ ഒരു സ്പില്ല് ഇപ്പൊ നമ്മുടെ വീടുകളിലാണെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ വീഴുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും? അത് തുടച്ചെടുക്കും അല്ലെ, അല്ലെങ്കിൽ അബ്സോർബ് ചെയ്തെടുക്കും. അതിന് തുണിയൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ അത് ആദ്യം തുടച്ചെടുക്കില്ലേ? അതേപോലെ തന്നെ ഇവിടെ അങ്ങനെ ഒരു ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ വഴി ഒരു സ്പില്ലേജ് വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ, ഒരു ലീക്കേജ് വന്നു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽസ്. അത് ആ ഒരു ലിക്വിഡ് ആയിട്ടുള്ള ആ ഒരു സ്പില്ലേജിനെ വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആഗീകരിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അബ്സോർബഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, അതായത് പേപ്പർ ടവലാവാം, അല്ലെങ്കിൽ അബ്സോർബന്റ് പാഡുകളാവാം മുതലായിട്ടുള്ള ഉപയോഗിച്ച് അത് വലിച്ചെടുക്കുകയും ആ ഒരു ഏരിയയിൽ നിന്നും അത് സ്പ്രെഡ് ആവുകയും അത് പകരുന്നതിനെ നമുക്ക് തടയുകയും ചെയ്യും. അപ്പൊ അത് ഒരു ഏരിയയിൽ നിന്ന് മറ്റൊരു ഏരിയയിലേക്ക് പോകുന്നതിനെ, ഇപ്പോൾ വെള്ളമൊക്കെ വീണെങ്കിൽ നമ്മുടെ വീട്ടിൽ അങ്ങനെയല്ലേ, ചവിട്ടി ഒരാൾ ചവിട്ടാണെങ്കിൽ അടുത്ത ഏരിയയിലേക്ക് അങ്ങനെ സ്പ്രെഡ് ആയി പോകും അല്ലെ. അതേസമയം ആ ഒരു ഏരിയയിൽ ഉടനെ തന്നെ നമ്മൾ അങ്ങനെയുള്ള ഒരു അബ്സോർബന്റ് പാഡുകളോ അല്ലെങ്കിൽ ഒരു പേപ്പർ ടവലോ കൊണ്ടുവന്നെടുത്ത് അത് തുടച്ചെടുക്കുകയാണെങ്കിൽ അത് സ്പ്രെഡ് ആവുന്നതിന് നമുക്ക് തടയാൻ പറ്റില്ലേ? അതുപോലെ ഈ പറയുന്ന മെറ്റീരിയൽസ്, ഇപ്പൊ ഒരു അബ്സോർബന്റ് പാഡ് നമ്മൾ ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഒരു പേപ്പർ ടവൽ ഉപയോഗിച്ചു, ഇപ്പൊ അതെന്തായി? കണ്ടാമിനേറ്റഡ് ആയി അല്ലെ. കാരണം എന്താ? ഈ ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് അത് കോണ്ടാക്റ്റിൽ വന്നു. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ യൂസ് ചെയ്ത ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച മെറ്റീരിയൽസ് എന്ത് ചെയ്യണം? അത് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി ബയോഹസാർഡ് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ബാഗിലോ കണ്ടെയ്നറിലോ നിക്ഷേപിച്ചാണ് അത് ഡിസ്പോസ് ചെയ്യാൻ കൊണ്ടുപോകേണ്ടത്. ഇനി ഈ പറയുന്ന ഫ്ലൂയിഡ്സ്, ഇപ്പൊ എന്തെങ്കിലും ടെസ്റ്റ് ട്യൂബുകൾ പൊട്ടിയതാവാം, അല്ലെങ്കിൽ ഗ്ലാസ് മെറ്റീരിയൽസ് താഴെ വീണ് പൊട്ടിയതുപോലെ മൂലമുണ്ടാവുന്ന സ്പില്ലേജ് ആണ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ അവിടെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കണം. എന്താണ്? ചിലപ്പോൾ ഗ്ലാസ് പീസസോ കാര്യങ്ങളൊക്കെ ആ ഒരു വേസ്റ്റിൽ ഉണ്ടായേക്കാം. അപ്പൊ അതൊന്നും നമ്മുടെ കയ്യിൽ കയറാതെയോ മറ്റു രീതിയിലുള്ള അപകടമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കുറച്ചുകൂടി മുൻകരുതല് അങ്ങനെയുള്ള സമയങ്ങളിൽ എടുക്കേണ്ടതാണ്. ക്ലിയർ ആണോ? കണ്ടെയ്ൻ ദ സ്പില്ല്. ഓക്കെ, വായിച്ചു കഴിഞ്ഞ് ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടാ.
ഓക്കെ ആണോ? Get rid of waste. അതായത് ഇപ്പൊ നമ്മുടെ ഈ ഒരു ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒത്തിരി സാധനങ്ങൾ അതുമായിട്ട് കോണ്ടാക്ട് വരില്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പർ ടവലാവാം, അബ്സോർബന്റ് പാഡുകളാവാം, നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന PPE-യുമായി ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സുകളാവാം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള എല്ലാ മെറ്റീരിയൽസും അത് കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ട് ഡിസ്കാർഡ് ചെയ്യാൻ, ഈ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി ബയോഹസാർഡ് എന്ന് എഴുതിയിരിക്കുന്ന ബാഗ് അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിൽ ഡേഞ്ചറസ് വേസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് അതിൽ നിക്ഷേപിച്ചായിരിക്കണം ആ വേസ്റ്റുകൾ അവിടെ നിന്ന് റിമൂവ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? അടുത്ത ഭാഗത്തേക്ക് പോട്ടെ, സെക്കൻഡ് വണ്ണിലേക്ക് പോട്ടെ. ഓക്കെ, ഈ പറയുന്ന സ്റ്റെപ്പുകൾ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഭാഗം കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. നോക്കി, മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. അടുത്ത നമ്മൾ ഒരു രണ്ടാമത്തെ ടൈപ്പ് ആണ് മെർക്കുറി സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്. നമ്മുടെ ലാബുകളിലൊക്കെ മെർക്കുറിയുമായി ബന്ധപ്പെട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ, ഡേഞ്ചറസ് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്, അല്ലെ? ഇവിടെ ഹോസ്പിറ്റലിലും ഇതേപോലെ തന്നെ മെർക്കുറിയുമായി ബന്ധപ്പെട്ട് എന്താണ് സ്പില്ലേജ് വേസ്റ്റുകൾ വരാറുണ്ട്. അപ്പൊ അതെങ്ങനെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാം. അതിൽ വന്ന് നോക്കി, ഫസ്റ്റ് വൺ, മെർക്കുറി ലീക്കേജ് ക്യാൻ ബി ഡേഞ്ചറസ് ടു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റ് ആൻഡ് ആക്ച്വൽ മാനേജ്മെന്റ് ഈസ് വൈറ്റൽ. അല്ലെ? മെർക്കുറി ലീക്കേജ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഹെൽത്ത്, മനുഷ്യന്റെ ആരോഗ്യത്തിനും അതുപോലെ എൻവയോൺമെന്റ്, പരിസ്ഥിതിക്കും വളരെ ഡേഞ്ചറസ് അല്ലെങ്കിൽ അപകടമായിട്ടുള്ളൊരു ലീക്കേജ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ യഥാർത്ഥമായിട്ടുള്ളൊരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ പ്രാധാന്യമുള്ളതാണ്. Then evict the area. ഇങ്ങനെ ഒരു മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് ഒരിടത്ത് വന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ആ ഒരു ഏരിയ എന്ത് ചെയ്യണം? ഒഴിച്ചു നിർത്തണം എന്നാ പറയുന്നത്. എവിക്ട് ചെയ്യണം. എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് അങ്ങനെ ആ ഒരു ഏരിയ മാത്രം ഒഴിച്ച് അല്ലെങ്കിൽ മറ്റു കോണ്ടാക്റ്റുകളോ കാര്യങ്ങളോ ഇല്ലാതെ നിർത്തണം എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ഈ മെർക്കുറി വേസ്റ്റ് എന്ന് പറയുന്ന സ്പില്ലേജ് വേസ്റ്റ് കുറച്ചും കൂടി ഡേഞ്ചറസ് ആണ്, അല്ലെ? അപ്പൊ അത് മറ്റുള്ള ഓരോ എന്തിനോട് കോണ്ടാക്ട് വന്നാലും അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ദ സ്പിൽ ഈസ് ഇമ്പോർട്ടന്റ്. കാരണം എന്താ? അവിടെ മെർക്കുറി വേസ്റ്റ്, സ്പില്ലേജ് വേസ്റ്റ് ഒത്തിരി ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്നും വളരെ ഡേഞ്ചറസ് ആയതുകൊണ്ട് തന്നെ അത് മറ്റു ഏരിയയിലേക്ക് പടരാതിരിക്കാൻ വേണ്ടി, അല്ലെ, പകർന്നു പോവാതിരിക്കാൻ വേണ്ടി ആ ഒരു ഏരിയ മാത്രം നമ്മൾ എന്ത് ചെയ്യണം? ഒറ്റയ്ക്കാക്കി അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒഴിച്ച് നിർത്തണം. മറ്റു ഏരിയയുമായിട്ട് കോണ്ടാക്ട് ഇല്ലാത്ത രീതിയിൽ ആ ഏരിയയിൽ നിർത്തുകയും ആ കോൾ എമർജൻസി സർവീസ്, ഉടനടി എമർജൻസി സർവീസുകളെ നമുക്ക് അവിടേക്ക് ലഭ്യമാക്കുകയും വേണം. മൂന്നാമത്തത് ടേക്ക് അവേ ജ്വല്ലറി, അല്ലെ? നമ്മൾ പറഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ്സിൽ, അല്ലെ? മെർക്കുറിയും ജ്വല്ലറിയുമായിട്ട് കോണ്ടാക്റ്റിൽ അല്ലെങ്കിൽ മെറ്റൽസുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നാൽ എന്താ പറ്റുന്നേ? എന്താ പറ്റുക? വൈറ്റ് ആയി പോലെ ദ്രവിച്ചു പോകും, അല്ലെ? അതെ, എന്താണ്? പൊടിഞ്ഞിട്ട് അല്ലെങ്കിൽ പൊട്ടിപ്പോവും, അല്ലെ? ഇപ്പം നമ്മുടെ എന്തെങ്കിലും ഗോൾഡ് അത് ദ്രവിച്ചു പോകും, അല്ലെ? ഗോൾഡ് കാര്യങ്ങളിലൊക്കെ വീണാൽ അല്ലെങ്കിൽ മെറ്റൽസുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നാൽ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ടേക്ക് അവേ ജ്വല്ലറി, ടേക്ക് അവേ ഓൾ ജ്വല്ലറി ഫ്രം ഹാൻഡ്സ് ആൻഡ് റിസ്റ്റ്, അല്ലെ? നമ്മുടെ കയ്യിലോ റിസ്റ്റിലോ ഒക്കെ ഉള്ള എല്ലാ ജ്വല്ലറി, കാരണം പെട്ടെന്ന് കോണ്ടാക്റ്റിൽ വരുന്നത് നമ്മുടെ ദേഹത്തെക്കാളും കൂടുതലും കുറച്ചും കൂടി നമ്മുടെ കൈയുമായി ബന്ധപ്പെട്ട ഏരിയാസിലാണ്, അല്ലെ? അപ്പൊ അങ്ങനെ ഹാൻഡ്സിലോ റിസ്റ്റിലോ ഒക്കെ ഉള്ള എല്ലാ ജ്വല്ലറി സാധനങ്ങളും എന്ത് ചെയ്യുക? മാറ്റുക. സോ ദാറ്റ് ദ മെർക്കുറി cannot combine with the valuable metals. വിലപിടിപ്പുള്ള ഇങ്ങനെയുള്ള മെറ്റൽസുമായിട്ട് മെർക്കുറി കമ്പൈൻ ചെയ്യാനായിട്ടുള്ള സാധ്യത നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് പറ്റും. Then wear protective equipment. ഇവിടെയും അത് തന്നെ പറയുന്നുണ്ട്. എന്താണ്? PPE പോലെയുള്ള, അല്ലെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റുകൾ ഉചിതമായിട്ടുള്ളത്. അപ്പൊ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചും ആ സിറ്റുവേഷൻ ഉചിതമായിട്ടുള്ള രീതിയിലുള്ള PPEs ആണ് നമ്മൾ ധരിക്കേണ്ടത്, അല്ലെ?
ഇവിടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകളിൽ ഗ്ലൗസ് ധരിക്കണം. ആൻഡ് ഗൂഗിൾസ്, എന്താണ് ഗൂഗിൾസ്? ഗൂഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് ഗൂഗിൾസ് എന്ന് പറഞ്ഞാല്? എന്താണ് പഠിച്ചില്ലായിരുന്നോ പിപി? ഗൂഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്ലാസസ് അല്ലെ, കണ്ണടകളാണ് അല്ലെ. നമ്മൾക്കിന് വേണ്ടി പ്രൊട്ടക്ഷന് വേണ്ടി, ഐ പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത് കണ്ണടകളാണ് കേട്ടോ. ആൻഡ് റെസ്പിറേറ്റേഴ്സ് കണ്ടിട്ടുണ്ടോ? മാസ്കുമായി ബന്ധപ്പെട്ട റെസ്പിറേറ്റേഴ്സ്, ഓക്സിജൻ മാസ്കിന്റെ ഒക്കെ ഷേപ്പിലുള്ള രീതിയിൽ നമ്മുടെ നോസുമായി ബന്ധപ്പെട്ട പ്രൊട്ടക്ഷന് വേണ്ടി കണ്ടിട്ടുണ്ടോ? ആൻഡ് ബിഫോർ ഗോയിങ്, നമ്മുടെ കോവിഡ് ഉള്ള സമയത്തൊക്കെ അതിരി ഉണ്ടായിരുന്നു അല്ലെ. ബിഫോർ ഗോയിങ് ടു സ്പിൽ ടു അവോയ്ഡ് കണക്ഷൻ വിത്ത് ദ മെർക്കുറി ആൻഡ് പ്രിവെന്റ് ഇൻഹലേഷൻ ഓഫ് മെർക്കുറി വേപ്പേഴ്സ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള മെർക്കുറി വേപ്പേഴ്സ് ശ്വസിക്കുന്ന സമയത്ത് അത് തടയാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന റെസ്പിറേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ തടയുന്നത് എന്തിനു വേണ്ടി? ചിലർക്ക് അതുമായി ബന്ധപ്പെട്ട് റെസ്പിറേറ്ററി ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മെർക്കുറി വേപ്പേഴ്സ് ചിലപ്പോ ഇൻഹേൽ ചെയ്താൽ, അല്ലെങ്കിൽ ശ്വസിച്ചാല് അങ്ങനെയുള്ള സിറ്റുവേഷൻസോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അത് കൈകാര്യം ചെയ്യുന്ന ജീവനക്കാര് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അവർ സ്പില്ലേജ് വേസ്റ്റുമായിട്ട്, മെർക്കുറി സ്പില്ലേജ് വേസ്റ്റുമായിട്ട് കോണ്ടാക്റ്റിൽ നേരിട്ടൊരു കണക്ഷൻ വരാതിരിക്കാൻ വേണ്ടി ഗ്ലൗസുകളോ ഗൂഗിൾസുകളോ റെസ്പിറേറ്റേഴ്സോ ഒക്കെ യൂസ് ചെയ്യുക. കണ്ടെയ്ൻ ദ സ്പിൽ, നേരത്തെ നമ്മൾ പറഞ്ഞ സ്റ്റെപ്പ് തന്നെയാണ്. യൂസ് എ മെർക്കുറി സ്പിൽ കിറ്റ് ഓർ അബ്സോർബന്റ് മെറ്റീരിയൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് ആണ്. അപ്പൊ അതിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ മെർക്കുറി സ്പിൽ കിറ്റുകൾ നമുക്ക് ചിലപ്പോൾ ലഭ്യമായിരിക്കും. അല്ലെങ്കിൽ അബ്സോർബന്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട്, ലൈക്ക് അബ്സോർബന്റ് പാഡുകൾ ഉണ്ടാവാം, ടു കണ്ടെയ്ൻ ദ സ്പിൽ ആൻഡ് പ്രിവെന്റ് ഇറ്റ് ഫ്രം സ്പ്രെഡിങ്. അത് സ്പ്രെഡ് ആവുന്നതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തടയാൻ സാധിക്കും. ആൻഡ് പുട്ട് ദ മെറ്റീരിയലിനെ ലേബൽഡ് ഹസാർഡസ് വേസ്റ്റ് ബാഗ് ഓർ കണ്ടെയ്നർ ഫോർ ഡിസ്കാർഡിങ്. ഇവിടെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്നത് ഈ ഒരു എന്താണ്? മെർക്കുറി സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന അബ്സോർബന്റ് പാഡുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെറ്റീരിയൽസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെയുള്ള ബാഗ് അല്ലെങ്കിൽ കണ്ടെയ്നറിലാണ് നിക്ഷേപിക്കേണ്ടത്? എങ്ങനെയുള്ളതാ? ഹസാർഡസ് വേസ്റ്റ് ബാഗിൽ അല്ലെങ്കിൽ കണ്ടെയ്നറിലാണ്, ലേബിൾ ചെയ്തിരിക്കുന്ന കണ്ടെയ്നേഴ്സിലാണ് ഈ പറയുന്ന എല്ലാ മെറ്റീരിയൽസും നിക്ഷേപിക്കേണ്ടത്. ഇഫ് ഇറ്റ് ഈസ് സ്മോൾ സ്പില്ലേജ്, വളരെ ചെറിയ രീതിയിൽ ഉള്ള ഒരു സ്പില്ലേജ് വേസ്റ്റ് ആണ് അവിടെ ഉണ്ടായിരിക്കുന്നതെങ്കിൽ, സിറ്റ് വിത്ത് എ നീഡിൽ, ലെസ് സിറിഞ്ച് വിത്തൗട്ട് നീഡിൽ ആൻഡ് ഡിസ്പാച്ച് ഫോർ റീസൈക്ലിംഗ്. എന്താ ചെയ്യണമെന്ന് പറയുന്നത്? നമ്മുടെ മുമ്പ് നമ്മുടെ വീട്ടിലൊക്കെ നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലായിരുന്നു, കുഞ്ഞായിരുന്നപ്പോ നമുക്ക് നീഡിൽ കിട്ടുമ്പോൾ നമ്മൾ കളിക്കാറില്ലേ? നമ്മുടെ സിറിഞ്ച് കിട്ടുമ്പോ നമ്മൾ നീഡിലില്ലാത്ത സിറിഞ്ചുകൾ കിട്ടില്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? വെള്ളം ഇങ്ങനെ വലിച്ചെടുക്കാറില്ലേ? കളിച്ചിട്ടുണ്ടോ? ചെറുപ്പത്തിലേക്ക് കളിച്ചിട്ടുണ്ടോ? അങ്ങനെ വെള്ളത്തിന് ഒഴിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രത്തിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ വലിച്ചെടുക്കുന്നത്, നമ്മൾ ബ്ലഡ് വലിച്ചെടുക്കുന്ന പോലെ. അതെ, അത് തന്നെ. അപ്പൊ അതുപോലെ ചെറിയൊരു സ്പില്ലേജ് വേസ്റ്റ് ആണെങ്കിൽ ഈ പറയുന്ന ഒത്തിരി സാധനങ്ങൾ നമ്മൾ അവിടെ ഉപയോഗിച്ച് വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല അല്ലെ. അതിന് പകരം എന്ത് നമുക്ക് ചെയ്യാം? നീഡിലില്ലാത്ത സിറിഞ്ചുകൾ, അതാണ് സിറ്റ് വിത്ത് എ നീഡിൽലെസ് സിറിഞ്ച് വിത്തൗട്ട് നീഡിൽ ആൻഡ് ഡിസ്പാച്ച് ഫോർ റീസൈക്ലിംഗ്. ആ ഒരു സിറിഞ്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് വലിച്ചെടുക്കാം. അങ്ങനെ വലിച്ചെടുത്തിട്ട് ഈ നീഡിലിന്റെ ഈ സിറിഞ്ച് എന്ത് ചെയ്യണം? ഡിസ്പാച്ച് ചെയ്യാനായിട്ട്, റീസൈക്ലിംഗ് ചെയ്യാനായിട്ട് വിടണം. അത് അവിടെ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നീട് അത് റീസൈക്കിൾ ചെയ്യാനായിട്ട് നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യണം? മാറ്റുകയും വേണം. ക്ലിയർ ആയോ? കണ്ടെയ്ൻ ദ സ്പിൽ എന്താന്നുള്ളത് ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞിട്ട് ഒന്നുകൂടി ജസ്റ്റ് വേഗം പറയാം കേട്ടോ. ക്ലീൻ അപ്പ് ദ സ്പിൽ. അടുത്തത് എന്താ? യൂസ് എ മെർക്കുറി സ്പിൽ കിറ്റ് ഓർ അഡ്ഹർ ടു ദ മാനുഫാക്ചേഴ്സ് ഡയറക്റ്റീവ്സ് ഫോർ ദ എക്സാക്ട് യൂസ് ഓഫ് അബ്സോർബന്റ് മെറ്റീരിയൽ ടു ക്ലീൻ അപ്പ് ദ സ്പിൽ. ബി കോഷ്യസ് not to spread the mercury during cleanup. ഇനി എന്താ ക്ലീൻ അപ്പ് ദ സ്പില്ലിൽ പറയുന്നത്? യൂസ് എ മെർക്കുറി സ്പിൽ കിറ്റ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മെർക്കുറി സ്പിൽ കിറ്റ് ഒക്കെ അവൈലബിൾ ആണ്. adhere to the manufacturer's directive. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് ആ ഒരു സ്പിൽ കിറ്റ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അതിന് കൃത്യമായിട്ട് അതിന്റെ നിർമ്മാതാക്കളുടെ നിർദ്ദേശങ്ങൾ ഉണ്ടാവും അല്ലെ. അത് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് അതിനനുസരിച്ച് അതിലുള്ള അബ്സോർബന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുക. അങ്ങനെയായിരിക്കണം ആ സ്പില്ല് ക്ലീൻ ചെയ്യേണ്ടത്. Then be cautious not to spread the mercury during cleanup. ഇനി ആ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ മെർക്കുറി മറ്റുള്ള ഇടങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ പാടില്ല.
Then some hospital follow. ചില ഹോസ്പിറ്റൽസ് എന്ത് ഫോളോ ചെയ്യാറുണ്ട്? All the mercury spill surfaces decontaminated with a 10% sodium thiosulfate solution. ചില ഹോസ്പിറ്റലുകൾ അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി മെർക്കുറി സ്പില്ലുമായിട്ട് ബന്ധപ്പെട്ട് ആ ഏരിയാസിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഏത് ഡീകണ്ടാമിനേഷൻ ചെയ്യാൻ വേണ്ടി ഏത് ലിക്വിഡ് ഉപയോഗിക്കാറുണ്ട്? 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻസ് ഉപയോഗിക്കാറുണ്ട്. And leave a window open to aerate after the cleanup. ഇനി ക്ലീനപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വിൻഡോ എന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്ത് വെക്കണം. എന്തിനാണ് ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് വെക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയായിരിക്കും? ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിൻഡോ എപ്പോഴും തുറന്നിടണം, എയറേറ്റ് ചെയ്യാൻ, വായു അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? ആ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ടിടണം. എന്തിനു വേണ്ടിയാ? ആഫ്റ്റർ മേക്കിംഗ് ഷുവർ ദാറ്റ് ഓൾ ദ മെർക്കുറി ഹാസ് ബീൻ റിമൂവ്ഡ് അല്ലെ? ആ ഒരു ഏരിയയിൽ നിന്നും മെർക്കുറിയുടെ എല്ലാ അംശവും അവിടെ നിന്ന് റിമൂവ് ആയി പോയി. ആൻഡ് കണ്ടിന്യൂ നോർമൽ വാക്കം, അവിടെ നോർമൽ ആയിട്ടുള്ള വാക്കം അല്ലെങ്കിൽ എയർ വന്നു എന്നുള്ളതാണ്. യൂസ് ദ ക്ലീൻ ഏരിയ ഫോർ കസ്റ്റമറി ഓപ്പറേഷൻ. അതിനുശേഷം മാത്രമേ നമുക്കത് കസ്റ്റമറിന്റെ പ്രവർത്തനങ്ങൾക്കായി വിട്ടു നൽകാൻ സാധിക്കുകയുള്ളൂ. അത്രയും പ്രൊസീജിയറിലൂടെ ആ ഒരു ഇങ്ങനെ ചെറിയ രീതിയിലുള്ളൊരു വേസ്റ്റ് വന്നാൽ പോലും നമ്മൾ ഈ പറയുന്ന എല്ലാ പ്രൊസീജിയേഴ്സും എന്ത് ചെയ്യേണ്ടി വരും? ചെയ്യേണ്ടതായിട്ട് വരും. അത് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ? നെക്സ്റ്റ് വരുന്നത് ഡിസ്പോസ് ഓഫ് വേസ്റ്റ്. ഓൾ മെറ്റീരിയൽസ് ദാറ്റ് കം ഇൻടു കോണ്ടാക്ട് വിത്ത് മെർക്കുറി ഷുഡ് ബി ഡിസ്കാർഡഡ് ആസ് ഡേഞ്ചറസ് വേസ്റ്റ് ഇൻ ലേബൽഡ് ബാഗ്സ് ഓർ കണ്ടെയ്നേഴ്സ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ മെറ്റീരിയൽസും, ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന എല്ലാ മെറ്റീരിയൽസും ഡേഞ്ചറസ് വേസ്റ്റ് എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന ബാഗ് അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിലായിട്ട് വേണം ഡിസ്കാർഡ് ചെയ്യാൻ, നിർമ്മാർജ്ജനം ചെയ്യാൻ കൊണ്ടുപോകേണ്ടത്. ആൻഡ് അഡ്ഹർ ടു ലോക്കൽ, സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ റെഗുലേഷൻസ് ഫോർ ദ ഡിസ്പോസൽ ഓഫ് ഡേഞ്ചറസ് മെറ്റീരിയൽസ്. ഇങ്ങനെയുള്ള ഹസാർഡസ് ആയിട്ടുള്ള ഡേഞ്ചറസ് മെറ്റീരിയൽസ് എങ്ങനെ ഡിസ്പോസ് ചെയ്യണമെന്ന് ഓരോ ഹോസ്പിറ്റലിലും അവരുടേതായ റൂൾസും റെഗുലേഷൻസും ഉണ്ടാവും അല്ലെ? നമുക്ക് തോന്നുന്ന പോലെ എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്പോസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ? അവരുടെ ലോക്കൽ ആയിട്ടുള്ളതും അതുപോലെ നമ്മുടെ സ്റ്റേറ്റിന്റെ നിയമങ്ങളും ഹോസ്പിറ്റലിലെ നിയമങ്ങളും അതുപോലെ മറ്റു പൊതുവായിട്ടുള്ള മറ്റു റെഗുലേഷൻസ്, നിയന്ത്രണങ്ങൾ മുതലായ എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ ഈ പറയുന്ന ഡേഞ്ചറസ് മെറ്റീരിയൽസ് ഡിസ്പോസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. റിപ്പോർട്ട് ദ സ്പിൽ. ഇനി എന്താണ് സ്പിൽ? ബയോഹസാർഡസ് വേസ്റ്റിൽ ഇടാൻ പറ്റില്ല കേട്ടോ. ബയോഹസാർഡസ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ അത് വ്യത്യസ്തമാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ കുറച്ച് ഡേഞ്ചറസ് മെറ്റീരിയൽസ് അല്ലേ വരുന്നത്, കോണ്ടാക്റ്റിൽ വരുന്നത്. അപ്പൊ അത് രണ്ടും തമ്മിൽ നമ്മൾ മിക്സ് ചെയ്യില്ല കേട്ടോ. Then report the spill. Spill should be reported to the concerned staff for documentation and investigation. ഇപ്പൊ ഇങ്ങനെ ഒരു സ്പിൽ ഉണ്ടാകും, ഒരു മെർക്കുറിയുമായി ബന്ധപ്പെട്ട ഒരു വേസ്റ്റേജ് വന്നു, അത് ബന്ധപ്പെട്ട ആളുകളോട് അല്ലെങ്കിൽ ജീവനക്കാരോട് അത് ഉടനടി റിപ്പോർട്ട് ചെയ്യണം. അവരവിടെ വന്ന് കൃത്യമായിട്ട് അത് എന്ത് ചെയ്യണം? ഡോക്യുമെന്റേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. അവിടെ പരിശോധനകൾ നടത്തി ഇന്ന സാധനമാണ് അവിടെ ഇപ്പോ എന്തെങ്കിലും ഒരു ഇപ്പൊ തെർമോമീറ്ററുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്പില്ലേജ് വേസ്റ്റ് ആണെങ്കിൽ ഇന്ന മെറ്റീരിയൽ മൂലമാണ് അവിടെ ഒരു സ്പില്ലേജ് വേസ്റ്റ് ഉണ്ടായിരിക്കുന്നത്, ഇന്ന രീതിയിലുള്ള സാധനങ്ങൾ അവിടെ അതിനു വേണ്ടി ഉപയോഗിച്ചു എന്ന രീതിയിൽ പരിശോധന നടത്തി കൃത്യമായിട്ട് അത് ഡോക്യുമെന്റ് ചെയ്ത് വെക്കുകയും വേണം. അപ്പൊ നമ്മൾ വേഗം ഒന്ന് വായിച്ചു നോക്കി, എന്നിട്ട് നമുക്ക് ജസ്റ്റ് വേഗം ഒന്ന് പറയാം കേട്ടോ, മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എന്താണെന്നുള്ളത്. വേഗം ഒന്ന് വായിച്ചു നോക്കി.
ഫിഫ്ത്ത് വൺ കണ്ടെയ്നർ സ്പില്ലാണോ? വിപിന കണ്ടെയ്നർ സ്പില്ലാണോ പറയാൻ പറയുന്നത് മിസ്സിന്റെ? ഓക്കെ, കണ്ടെയ്നർ സ്പില്ലിൽ വരുന്ന എന്താ? ഒരു മെർക്കുറി സ്പിൽ കിറ്റ് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു അബ്സോർബന്റ് മെറ്റീരിയൽ ആയിരിക്കാം അതിലുണ്ടാവുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ആ ഒരു മെർക്കുറി സ്പിൽ കിറ്റുകളൊക്കെ നമുക്ക് ലഭ്യമാണ് അവിടെ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതില് ലൈക്ക് അബ്സോർബന്റ് പാഡ് പോലെയുള്ള സാധനങ്ങളായിരിക്കും ആ ഒരു കിറ്റിൽ പ്രധാനമായിട്ടും ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെയുള്ള യൂസ് ചെയ്ത ആ ഒരു കിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അവിടെ ക്ലീൻ ചെയ്യാണ്. അപ്പൊ അതിനവിടുത്തെ ആ ഒരു മെർക്കുറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആ ഒരു പാഡ് പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും. ടു കണ്ടെയ്ൻ ദി സ്പിൽ ആൻഡ് പ്രിവെന്റ് ഇറ്റ് ഫ്രം സ്പ്രെഡിങ്. അത് മറ്റുള്ള ഇടങ്ങളിലേക്ക് പടരുന്നതിനെ അല്ലെങ്കിൽ പകർന്നു പോകുന്നതിനെ തടയാനായിട്ട് പറ്റും അല്ലെ. ഫുഡ് മെറ്റീരിയൽ ഈ പറയുന്ന ഇങ്ങനെയുള്ള പാഡ് കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽസ് അവിടെ ഉപയോഗിച്ചു കഴിഞ്ഞു അല്ലെ. ഉപയോഗശേഷം അതെവിടേക്കാണ്? ലേബൽഡ് ഹസാർഡസ് വേസ്റ്റ് ബാഗ്. ബാഗ് ഇങ്ങനെ ലേബിൾ ചെയ്തിരിക്കുന്നതാ ഹസാർഡസ് വേസ്റ്റ് എന്ന് അല്ലെങ്കിൽ ഡേഞ്ചറസ് വേസ്റ്റ് എന്ന് ലേബിൾ ചെയ്തിരിക്കുന്ന ബാഗിൽ അല്ലെങ്കിൽ കണ്ടെയ്നറിൽ ഇട്ട് വേണം അത് ഡിസ്കാർഡ് ചെയ്യാൻ കൊണ്ടുപോകാനായിട്ട്. ഇനി ഇറ്റ് ഈസ് സ്മോൾ സ്പില്ലേജ്, വളരെ ചെറിയ രീതിയിലുള്ള ഒരു സ്പില്ലേജ് അല്ലെങ്കിൽ മെർക്കുറി സ്പില്ലേജ് ആണ് ഉണ്ടായിരുന്നത്, വലിയ രീതിയിലുള്ള ഏരിയയിലൊന്നും ഇല്ല എങ്കിൽ, ചെറിയൊരു ഏരിയ മാത്രം ഉണ്ടെങ്കിൽ എന്താണ്? സ്റ്റിപ്പ് വിത്ത് എ നീഡിൽ. ഇപ്പൊ ഒരു തെർമോമീറ്ററിൽ പൊട്ടിയിട്ടാണ് നമുക്കൊരു സ്പില്ലേജ് വന്നിരിക്കുന്നത് വിചാരിക്കുക. അപ്പൊ അവിടുത്തെ മെർക്കുറി സ്പില്ലേജ് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കില്ലേ, ഒത്തിരി ഏരിയ ഉണ്ടാവില്ലല്ലോ, ചെറുതായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളിൽ അവിടെ എന്ത് ചെയ്യണം? നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇങ്ങനെയുള്ള പാഡൊക്കെ യൂസ് ചെയ്യണം എന്നില്ല. പകരം നമുക്ക് എന്ത് ചെയ്യാം? നീഡിൽസ് ഇല്ലാത്ത സിറിഞ്ചുകൾ ഉപയോഗിച്ച് ഈ പറയുന്ന മെർക്കുറി സ്പില്ലേജ് നമുക്ക് വലിച്ചെടുക്കാം. ആ നീഡിലുള്ള നമ്മൾ ബ്ലഡ് ഒക്കെ സക്ക് ചെയ്തെടുക്കില്ലേ, വലിച്ചെടുക്കില്ലേ, അതുപോലെ നമുക്ക് നീഡിൽസ് ഇല്ലാത്ത സിറിഞ്ചുകൾ ഉപയോഗിച്ച് അത് വലിച്ചെടുക്കാൻ പറ്റും. അതിനുശേഷം ആ നീഡിൽസ് എന്ത് ചെയ്യാം? ഡിസ്പാർച്ച് ഫോർ റീസൈക്ലിംഗ് ചെയ്യാനായിട്ട് അവിടെ നിന്ന് വിടാം. ക്ലിയർ ആയോ? വിബ്ര ക്ലിയർ ആയോ? വിബ്ര ഓ ഓക്കെ, നമുക്ക് ജസ്റ്റ് വേഗം ഒന്ന് പറയാം. വേഗം ഒന്ന് പറയാം കേട്ടോ, വേഗം ഒന്ന് പറയാം കേട്ടോ, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ, വേഗം ഒന്ന് പറഞ്ഞാമേ. മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എന്താന്നുള്ളത്. മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഡേഞ്ചറസ് ആണ് അല്ലെ. ഹ്യൂമൻ ഹെൽത്ത്, മനുഷ്യന്റെ ആരോഗ്യത്തിനാണെങ്കിലും പരിസ്ഥിതിക്കാണെങ്കിലും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് വളരെ സുപ്രധാനമായിട്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്, വളരെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ തന്നെ അത് മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ആ പറയുന്ന ഇപ്പൊ ഒരു മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് വന്ന ഒരു ഏരിയ ഉണ്ടെങ്കിൽ ആ ഏരിയയെ എപ്പോഴും എവിക്ട് ചെയ്ത് നിർത്തുക അല്ലെങ്കിൽ ഒഴിവാക്കി നിർത്തുക. കാരണം എന്താ? മറ്റുള്ള ഏരിയാസും ഇതുമായിട്ടൊരു കോണ്ടാക്റ്റിൽ വരാത്ത രീതിയിൽ ഒഴിച്ചു നിർത്തേണ്ടതാണ്. അങ്ങനെ ഒരു സ്പില്ലേജ് ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ എമർജൻസി സർവീസുകൾക്ക് വേണ്ടി നമ്മൾ അവിടേക്ക് വിളിക്കേണ്ടതുമാണ്. ഇനി പ്രധാനമായിട്ടും ആ ഒരു ഏരിയയിൽ കോണ്ടാക്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഏരിയ മാനേജ് ചെയ്യാൻ പോകുന്ന ഓരോ ജീവനക്കാരും അവരെന്താണ് ചെയ്യേണ്ടത്? ടേക്ക് അവേ ജ്വല്ലറീസ് അല്ലെ, അവരുടെ ഹാൻഡ്സിലോ റിസ്റ്റ് ബാഗുകളിലോ ഉള്ള ജ്വല്ലറീസ് എപ്പോഴും റിമൂവ് ചെയ്ത് വെക്കുക. അതാൽ മാത്രമേ അല്ലാത്ത പക്ഷെ എന്താ? ഈ വാല്യുബിൾ ആയിട്ടുള്ള ഇങ്ങനെയുള്ള മെറ്റൽസുമായിട്ട് മെർക്കുറി കോണ്ടാക്റ്റിൽ വരികയും ആ ഒരു മെറ്റീരിയൽസിനെ അത് ഡാമേജ് സംഭവിക്കാനും കാരണമാകും. അതുകൊണ്ട് ഈ പറയുന്ന പേഴ്സണൽസ് എന്ത് ചെയ്യണം? ഹാൻഡ്സിലോ റിസ്റ്റോ, അതൊക്കെയാണ് കൂടുതലും കോണ്ടാക്ട് വരാൻ പറ്റുന്ന ഏരിയാസ്. അപ്പൊ അങ്ങനെയുള്ള ഏരിയയിലുള്ള ജ്വല്ലറീസ്, ഈ വാല്യുബിൾ മെറ്റൽസ് ഒക്കെ റിമൂവ് ചെയ്ത് വെച്ച് വേണം ഇതില് മാനേജ് ചെയ്യാനായിട്ട് പോവാനായിട്ട്. ദെൻ PPEs ധരിക്കുക. അവർക്ക് ആവശ്യമായ സ്യൂട്ടബിൾ ആയിട്ടുള്ള PPEs ആണ് ധരിക്കേണ്ടത്. ഗ്ലൗസ് ധരിക്കുക, ഗൂഗിൾസ് അല്ലെങ്കിൽ കണ്ണടകൾ ധരിക്കുക, റെസ്പിറേറ്റേഴ്സ് ധരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള PPEs ധരിക്കുന്നത് വഴി ചില ആളുകൾ ചിലപ്പോ മെർക്കുറി വേപ്പേഴ്സ് ഇൻഹലേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ശ്വസിക്കുന്നത് വഴി നമ്മുടെ ലങ്സിലേക്ക് പോകുന്നതിനെ തടയാൻ പറ്റും റെസ്പിറേറ്റേഴ്സ് ഒക്കെ വെച്ചാൽ. അപ്പൊ അതുവഴി ചില ആളുകൾക്ക് ചിലപ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയോ കാര്യങ്ങളൊക്കെ ഇതുവഴി വന്നേക്കാം. അപ്പൊ അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് PPEs ധരിക്കണം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഈ പറയുന്ന സ്പില്ലിനെ എങ്ങനെ നമുക്ക് കണ്ടെയ്ൻ ചെയ്ത് കൊണ്ടുപോകാം, അല്ലെ എങ്ങനെ ആഗീകരിച്ച് അവിടെ നിന്ന് ആഗീകരണം ചെയ്ത് മാറ്റാം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് മെർക്കുറി സ്പിൽ കിറ്റുകൾ അവൈലബിൾ ആണ്. അത് ശരിക്കും അബ്സോർബന്റ് മെറ്റീരിയൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള അബ്സോർബന്റ് പാഡുകൾ പോലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്ന
മെർക്കുറി സ്പിൽ കിറ്റുകൾ ലഭ്യമാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് ആ ഏരിയ ക്ലീൻ ചെയ്യുക, അതിൽ നിന്നും ആ സ്പില്ലേജിനെ മറ്റുള്ള ഏരിയസിലേക്ക് സ്പ്രെഡ് ആവുന്നതിനെ തടയുകയും ചെയ്യുക. ഇനി ഈ മെറ്റീരിയൽസ്, ഈ ഒരു ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച മെറ്റീരിയൽസ് ഹസാർഡസ് വേസ്റ്റ് എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന ബാഗ് അല്ലെങ്കിൽ കണ്ടെയ്നറിൽ നിക്ഷേപിച്ചായിരിക്കണം അത് ഡിസ്കാർഡ് ചെയ്യേണ്ടത്. പിന്നെ എന്താ പറഞ്ഞ, ചെറിയ രീതിയിലുള്ള സ്പില്ലേജ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം, നീഡിൽസ് ഇല്ലാത്ത സിറിഞ്ചുകൾ ഉപയോഗിച്ചത് സിപ്പ് ചെയ്തെടുത്ത് ആ നീഡിൽസ് എന്ത് ചെയ്യാം, റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് മാറ്റാം. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ക്ലീൻ അപ്പ് ദ സ്കില്ലാണ് അല്ലെ, സ്പില്ലാണ് അല്ലെ. അപ്പൊ അതിനു വേണ്ടിയും ഈ പറഞ്ഞ പോലെ മെർക്കുറി സ്പിൽ കിറ്റുകൾ നമുക്ക് ലഭ്യമാണ്. അങ്ങനെയുള്ള മെർക്കുറി സ്പിൽ കിറ്റുകൾ ലഭ്യമാകുമ്പോൾ അതിൽ ഓൾറെഡി അതിന്റെ നിർമ്മാതാക്കള് പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഉണ്ടാവും. ആ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് അതിനനുസരിച്ച് അബ്സോർബന്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഓരോ ഏരിയയും ക്ലീൻ ചെയ്യുന്നത്. ഇനി അങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ഒരിക്കലും മെർക്കുറി മറ്റുള്ള ഏരിയസിലോട്ട് സ്പ്രെഡ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. ഇനി ചില ഹോസ്പിറ്റലുകള് മെർക്കുറി സ്പിൽ സർഫസുകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി, ഡികണ്ടാമിനേഷൻ ചെയ്യാൻ വേണ്ടി, അണുവിമുക്തമാക്കുന്നതിന് വേണ്ടി 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻസ് ഉപയോഗിക്കാറുണ്ട്. ഇനി ഇങ്ങനെയുള്ള സൊല്യൂഷൻസ് ഉപയോഗിച്ച് നമ്മൾ ആ ഏരിയ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു വിൻഡോ അത് കുറച്ചു നേരത്തേക്കെങ്കിലും എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വിൻഡോ ഓപ്പൺ ആക്കി നിർത്തുക. അവിടെ ഒരു എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ഓപ്പൺ ആക്കി ഇടുന്നത് വഴി നമുക്ക് എന്തുറപ്പ് വരുത്താൻ പറ്റും, അവിടെയുള്ള പൂർണ്ണമായിട്ടും ആ ഒരു മെർക്കുറിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് റിമൂവ് പോയി എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു നോർമൽ വാക്കമിങ്, നോർമൽ എയേഴ്സ് അതിനുള്ളിൽ വന്നു. ഇനി മറ്റു കസ്റ്റമേഴ്സിന് അത് ഓപ്പറേഷന് വേണ്ടി നമുക്ക് നൽകാൻ കഴിയും എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മളത് പൂർത്തിയാക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഡോർ ക്ലോസ് ചെയ്യാനായിട്ട്. ഡിസ്പോസ് ഓഫ് വേസ്റ്റിൽ പറയുന്നത് ഇതുമായിട്ട്, ഈ ഒരു സ്പില്ലേജ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മെറ്റീരിയൽസും, ഒരു അബ്സോർബഡ് പാഡ് ആവാം, മറ്റെന്തെങ്കിലും മെറ്റീരിയൽസ്, എന്തൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുണ്ടോ അതെല്ലാം ഡേഞ്ചറസ് വേസ്റ്റ് അല്ലെങ്കിൽ ഹസാർഡസ് വേസ്റ്റ് എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന ബാഗിലോ കണ്ടെയ്നറിലോ നിക്ഷേപിച്ചുകൊണ്ടായിരിക്കണം ഡിസ്കാർഡ് ചെയ്യാൻ കൊണ്ടുപോകേണ്ടത്. ഇനി അവിടെ ഡിസ്കാർഡ് ചെയ്യുന്ന സമയത്തും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലായിരിക്കണം. ലോക്കൽ, സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ റെഗുലേഷൻസ്, അവിടെയുള്ള എല്ലാ നിയന്ത്രണങ്ങളും, ഇത് എങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്നുള്ളതനുസരിച്ചുള്ള എല്ലാ നിയന്ത്രണങ്ങളും നിയമങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കണം ഇത് ഡിസ്പോസ് ചെയ്യേണ്ടത്. ഇനി ഇങ്ങനെ ഒരു സ്പിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു മെർക്കുറിയുമായി ബന്ധപ്പെട്ട ഒരു സ്പില്ലേജ് വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ഒരു സംഭവം ഉടനെ ബന്ധപ്പെട്ട സ്റ്റാഫുകളോട് റിപ്പോർട്ട് ചെയ്യുക. അവർ കൃത്യമായ പരിശോധനകൾ നടത്തി അതിനനുസരിച്ചുള്ള ഡോക്യുമെന്റേഷൻസും നടത്തേണ്ടതാണ്. ക്ലിയർ ആണോ മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്? ഓക്കെ ആണോ? നമുക്ക് ജസ്റ്റ് ഒന്ന് അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. അടുത്തത് ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്, മൂന്നാമത്തതാണ് ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഷാർപ്സ് എന്ന് പറയുമ്പോൾ അറിയാലോ അല്ലെ, ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് നീഡിൽസ് ഉൾപ്പെടാം, സ്കാൽപെൽസ് എന്ന് പറഞ്ഞാൽ എന്താ കണ്ടിട്ടുണ്ടോ? സ്കാൽപെൽസ് കണ്ടിട്ടുണ്ടോ? മെർക്കുറി ക്ലീനിങ് സോഡിയം പല തരത്തിലുള്ള സൊല്യൂഷൻസ് ഉപയോഗിക്കാറുണ്ട്. ചില ഹോസ്പിറ്റൽസ് ആ ഒരു സർഫസ് ഡീകണ്ടാമിനേഷൻ ചെയ്യുന്നതിന് വേണ്ടി 10% സോഡിയം തയോസൾഫേറ്റ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. നോക്കിയേ, ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം? നീഡിൽസ് വരാം, സ്കാൽപെൽസ്. എന്താണ് സ്കാൽപെൽസ് എന്ന് പറഞ്ഞാല്? കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ ഓപ്പറേഷന് വേണ്ടിയിട്ടൊക്കെ എടുക്കുന്ന എന്താണ് നീഡിൽസ് അല്ലാതെ നമ്മുടെ കത്തി പോലത്തെ സംഭവങ്ങൾ കണ്ടിട്ടുണ്ടോ? ഷാർപ്പായിട്ടുള്ള സാധനങ്ങള് കണ്ടിട്ടില്ലേ? സിസേഴ്സ് അല്ല നീളത്തിലുള്ളത് നമ്മുടെ ഓപ്പറേഷനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത്. അതെ, അതെ എൻഡ് പോയിന്റില് കുറച്ചും കൂടി ഷാർപ്പായിട്ടുള്ള രീതിയിലുള്ളത് അല്ലെ, ആ സംഭവം തന്നെ അത് തന്നെ. അപ്പൊ അതാണ് സ്കാൽപെൽസ് എന്ന് പറയുന്നത്. കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ഓർമ്മ വരുന്നുണ്ടോ? നമ്മുടെ പിക്ചറിലൊക്കെ കണ്ടു കാണും അല്ലെ, പിക്ചറിലൊക്കെ കണ്ടു കാണുമല്ലോ. ഓക്കെ,
Then other sharp medical tools, മറ്റ് ഷാർപ്പ് ആയിട്ടുള്ള മെഡിക്കൽ ടൂൾസ് can cause injury and infection to healthcare workers and others who may come into contact with it. എന്താ ഇങ്ങനെയുള്ള ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റില് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്? നീഡിൽസ് വരുന്നുണ്ട്, സ്കാൽപ്പൽസ് വരുന്നുണ്ട്, മറ്റ് ഷാർപ്പ് ആയിട്ടുള്ള മെഡിക്കൽ ടൂൾസ്. ഇങ്ങനെയുള്ള ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ടൂൾസ് ആവാം, സ്കാൽപ്പൽസ് ആവാം, നീഡിൽസ് ആവാം, മുതലായവയുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റുകള് ക്യാൻ കോസ് ഇഞ്ചറി ആൻഡ് ഇൻഫെക്ഷൻ ടു ഹെൽത്ത് കെയർ വർക്കേഴ്സിനും അതുപോലെ ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന മറ്റ് ആളുകൾക്കും ഇഞ്ചറി, പരിക്കുകൾ ഉണ്ടാക്കാം, ഇൻഫെക്ഷൻസ് ഉണ്ടാക്കിയേക്കാം. Here are some steps for managing sharp spillage waste. ഈ ഷാർപ്പ് സ്പില്ലേജ് വേസ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള സ്റ്റെപ്പുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് തന്നെയാണ് വരുന്നത്. ആ സ്റ്റെപ്പുകളൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ സിമിലർ ആണ് കേട്ടോ. ആദ്യത്തെ ഒരെണ്ണം മാത്രമല്ലേ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയുള്ളൂ, അടുത്ത നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? സ്റ്റെപ്പ് ഒക്കെ ഒരുപോലെയല്ലേ? അത്ര വലിയ വ്യത്യാസം തോന്നില്ലല്ലോ, ചെറിയ ചെറിയ വ്യത്യാസങ്ങളല്ലേ വരുന്നുള്ളൂ അല്ലെ? ഇനി വരുന്ന മൂന്നാലും കുറച്ചെണ്ണം ഉണ്ട്. അപ്പൊ നമ്മളത് പഠിക്കുമ്പോഴും ഇതേപോലെയുള്ള സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ വരുന്നത്. ജസ്റ്റ് അതിൻ്റെതായ ഓരോ സ്പില്ലേജ് വേസ്റ്റ് അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ അതൊന്ന് വായിച്ചിട്ട് വരാം. നമ്മൾ നെക്സ്റ്റ് ആ സ്റ്റെപ്പ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. താങ്ക് യു. ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലെ? ഇന്നത്തെ ഭാഗം ക്ലിയർ അല്ലേ? Oh, thank you. Thank you, ma'am.